everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്ന ലാസ്റ്റ് ഒരു ടൈപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ കോസ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഫോർമാറ്റ് വന്നാൽ നമ്മൾ എങ്ങനെ പ്രോബ്ലം ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓൾറെഡി വി ഹാവ് സ്റ്റഡിഡ് ഒരു പ്രോഡക്റ്റിന്റെ ഒരു മെത്തേഡ്, പ്രോബ്ലം മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇ റേസ് ടു എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കൺസിഡർ ചെയ്തായിരുന്നു. ആൾജിബ്രൈക് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. സൈൻ എക്സ് ഇൻറ്റു ആൾജിബ്രൈക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിനോ എക്സ് ക്യൂബ് ഇൻറ്റു കോസ് എക്സ് കോസ് 3x എന്നോ ഇങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പിനേഷനിലുള്ള പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ റീറൈറ്റ് ചെയ്ത് നമുക്കറിയാവുന്ന ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. നമുക്കറിയാവുന്ന ഫോം ഏതാണ്? ഇ റേസ് ടു എ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. നമ്മൾ ആ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യും. അതെങ്ങനെയെന്നുള്ള കാര്യമാണ് ഇനി അടുത്ത് എഴുതുന്ന കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ഇ റേസ് ടു ഐ എ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് എ എക്സ് പ്ലസ് I sin AX. This is a formula you have to remember this. For example, നമുക്ക് നോക്കാം. E raised to 5i5x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? cos 5x plus I sin 5x ആണ്. Okay. അപ്പോൾ മനസ്സിലായി. E raised to ix can be written as cos ax plus I into sin ax. ഓക്കെ, അപ്പൊ നമുക്കിനി വേണ്ടത് cos ax ഉം sin ax ഉമാണ്. നമുക്കൊരു ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, റൈറ്റ്? ഒരു കോംപ്ലക്സ് ഫംഗ്ഷന് എപ്പോഴും രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും. റിയൽ പാർട്ട് ഉണ്ടായിരിക്കും, പിന്നെ ഏത് പാർട്ട് ഉണ്ടായിരിക്കും? ഇമാജിനറി പാർട്ട് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കേ, cos ax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ റിയൽ പാർട്ടാണ്. ഫംഗ്ഷൻ ഓഫ് റിയൽ പാർട്ട് ഓഫ് ഏതായിരിക്കും? ഇ റേസ് ടു ഐ എ എക്സ്. അപ്പോ സൈൻ എ എക്സോ, സൈൻ എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ഐ എ എക്സിന്റെ ഏത് പാർട്ടാണ്? ഇമാജിനറി പാർട്ടാണ്. ഇത് നമ്മൾ ഓർത്തു വെക്കുക. എന്താണ് cos ax എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ എ എക്സും സൈൻ എ എക്സ് എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ എ എക്സും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് അടുത്ത പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് എഴുതാൻ പോകുന്നത്. yp is equal to എന്താണ്? 1 by f of d g of x into sin ax വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ്. sin axനെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ റീറൈറ്റ് എഴുതാം. 1 by f of d sin ax can be written as, what is it? Imaginary part of e raised to I ax into, what is it? G of x. Okay, which is equal to imaginary part of, what is it? 1 by f of d into e raised to I ax into G of x. നോക്കിക്കേ, നമ്മൾ പഠിച്ച ഫോർമാറ്റിലെത്തി. ഇവിടെ ഒന്ന് ആലോചിച്ചാൽ മതി. e raised to I ax is equal to e raised to ax ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് ഏതാ വന്നിരിക്കുന്നത്? എ ഐ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഡി പ്ലസ് എ ആണ്. ഡി പ്ലസ് എയുടെ സ്ഥാനത്ത് അപ്പൊ ഏത് വരും? ഡി പ്ലസ് എ ഐ. അപ്പൊ നമുക്ക് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാം. നമുക്ക് എപ്പോഴും ആവശ്യം ഏതാണ്? ഇമാജിനറി പാർട്ട് മാത്രം മതി. കാര്യം വെച്ചാൽ സൈൻ എ എക്സ് ഏത് മാത്രമാണ്? ഇമാജിനറി പാർട്ട്. അപ്പൊ ഇതെന്തായി മാറും? When applying the shifting theorem, you can take e raised to I ax outside. It is f of d plus ai g of x. Okay, this problem നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പോകുമ്പോൾ നമുക്ക് we will get the answer. അപ്പോൾ cos x ആയിരുന്നെങ്കിലോ, if r of x is equal to of the form cos ax into g of x ആയിരുന്നെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1 by f of d cos ax g of x. നമുക്ക് cos ax നെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? Can be written as real part of e raised to I ax into g of x, which is equal to real part of 1 by f of d into e raised to I ax g of x, right? Again we can apply which theorem? Shifting theorem apply. Therefore real part of
1 by ഷിഫ്റ്റിംഗ് തിയറം എന്താണ്? ഡിക്ക് പകരം ഡി പ്ലസ് എ ഐ കൊടുക്കുക. എഫ് ഓഫ് ഡി പ്ലസ് എ ഐ ജി ഓഫ് എക്സ്. നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡ് അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഈ പ്രോബ്ലം പ്രീവിയസ് പ്രോബ്ലത്തിന് സെയിം ആണ്. ബട്ട് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകും. സോ സിംപ്ലിഫിക്കേഷൻ ആവശ്യമായ കാര്യങ്ങൾ എപ്പോൾ നമുക്ക് ഇവിടെ കോംപ്ലക്സ് ഐ വരും എന്നുള്ളത് ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഐനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഐ സ്ക്വയർ എന്താണ്? വാട്ട് ഈസ് ഐ സ്ക്വയർ? ഐ സ്ക്വയർ ഈസ് -1. ഐ ക്യൂബ് എന്താണ്? ഐ ഇൻറ്റു ഐ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -i. റൈറ്റ്? അതുപോലെ 1/i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ പോകുമ്പോൾ -i ആകും. ഓക്കെ, ഇത്രയും ഓപ്പറേഷൻ എങ്കിലും നിങ്ങൾ മിനിമം ഓർത്തു വെച്ചേക്കുക. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. കുറേ സമയം എടുത്ത് നമ്മൾ വളരെ പതുക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം തെറ്റും. സോ ഓരോ സ്റ്റെപ്സും ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, കൺസിഡർ ദ പ്രോബ്ലം. സോൾവ് d square plus 1 of y is equal to x square sin x. Right? So, coming to the solution, ആദ്യത്തെ പാർട്ടിന് യാതൊരു വ്യത്യാസവുമില്ല. ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? m square plus 1 is equal to 0. Right? M is equal to, what is it? M square is equal to -1. So M is equal to, what is it? Plus or minus I. Appo idu format aanu 0 plus or minus I aanu, which is equal to A plus IB format aanu. A 0 aayirikkum, B endayirikkum 1 aayirikkum. Right? So here complementary function YC is equal to e raised to ax, that is e raised to a is what is 0, that is c1 cos b യുടെ സ്ഥാനത്ത് ഏതാണ് വന്നിരിക്കുന്നത്? cos x plus c2 sin x. This is your first equation. Now you have got the complementary function. ഇനിയാണ് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത് കുറച്ച് സമയമെടുത്ത ടേക്ക് യുവർ ടൈം ആൻഡ് സിംപ്ലിഫിക്കേഷൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, so your particular integral yp is equal to at the same step തന്നെയാണ് d square plus 1 x square sin x. Okay, അപ്പോൾ നോക്കിക്കേ, പ്രോഡക്റ്റ് ഓഫ് ടു ടേംസ് ആണ് വന്നത്, അതിലൊന്ന് സൈൻ ആണ്. e raised to x ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്യാമായിരുന്നു. ഇവിടെ സൈൻ വന്നത് കാരണം നമ്മൾ സൈനിനെ റീറൈറ്റ് ചെയ്യണം. ഏതിന്റെ റീറൈറ്റ് ചെയ്യണം? നമുക്കറിയാം e raised to iax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos ax plus I sin ax ആണ്. റൈറ്റ്? അപ്പോ sin x വരണമെങ്കിൽ എന്തായിരിക്കും വരുന്നത്? e raised to ix. എയുടെ സ്ഥാനത്തെല്ലാം 1 വരണം അല്ലെ? That is e raised to ix is equal to cos x plus I sin x. റൈറ്റ്? അപ്പൊ നമുക്ക് വേണ്ട sin x നെ എങ്ങനെ എഴുതാം? sin x is, what is it? Imaginary part of ഏതാണ്? e raised to ix ആണ്. So, the question can be rewritten as d square plus 1 into imaginary part of e raised to ix into എന്ത് കൂടെ ഉണ്ട് അവിടെ? x square. Right? Which is equal to imaginary part of 1 by d square plus 1 e raised to ix into x square. Right? അപ്പോൾ ഇനി അടുത്ത നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാം. ഷിഫ്റ്റിംഗ് തിയറത്തിൽ എന്താ പറയുന്നത്? e raised to ax ആകുമ്പോ നമ്മുടെ ഷിഫ്റ്റിംഗ് തിയറം എന്താണ്? ഡിക്ക് പകരം d plus a കൊടുക്കണം. ഓക്കെ, e raised to ax ന് പകരം ഇവിടെ കിടക്കുന്നത് ഏതാണ്? e raised to ix ആണ്. So what is a here? A is y. Therefore, what is your shifting theorem? D ക്ക് പകരം എന്ത് കൊടുക്കണം? d plus a, that is d plus I. I hope you understand. Therefore, your question will be rewritten as imaginary part of 1 by d square. D ക്ക് പകരം എന്ത് കൊടുക്കണം? d plus the whole square plus 1
അപ്പോൾ ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആരെ പുറത്തെടുക്കാം? ഇ റേസ് ടു ഐ എക്സിനെ പുറത്തെടുക്കാം ഇൻറ്റു ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, now that is equal to imaginary part of e raised to ix 1 by expand ചെയ്യുമ്പം d square plus 2di plus I square. ഞാൻ പറഞ്ഞു I squareന്റെ വാല്യൂ എന്താണ്? -1 ആണ്. So -1 ഓൾറെഡി അവിടെ ഒരു 1 ഉണ്ട്, +1 ഓഫ് എക്സ് സ്ക്വയർ എന്ത് ചെയ്തു പോയി? ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് വരും? ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ എക്സ് 1 by d square plus 2di of x square. ഓക്കെ, നമ്മൾ പുതുതായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ആ സിംപ്ലിഫിക്കേഷൻ പതിയെ നമ്മൾ ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് ആൾജിബ്രൈക് ഇക്വേഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതും. ദാറ്റ് ഈസ് ഡി സ്ക്വയർ പ്ലസ് 2di is equal can be written as 2di plus d square. ഇനി ഏത് ഫോമാറ്റിലോട്ട് നമ്മൾ ആക്കണം? ഒന്നുകിൽ 1 plus x അല്ലെങ്കിൽ 1 minus x ഫോമാറ്റിലോട്ട് ആക്കണം. ഇവിടെ 1 plus x ആക്കണമെങ്കിൽ, ഇവിടെ 1 ആക്കണമെങ്കിൽ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2di കൊണ്ട് പുറത്തെടുക്കുമ്പോൾ this will become 1 plus d square by 2di, right? That is equal to 2di into 1 plus d divided by 2i. So, see, നമ്മൾ എഴുതുമ്പോൾ ഓരോന്നും ശ്രദ്ധിച്ച് എഴുതിയാൽ ഒന്നും തെറ്റില്ല. Now, we can substitute over our question. എപ്പോഴും എഴുതാൻ മറക്കരുത്. നമുക്ക് ഇമാജിനറി പാർട്ട് മാത്രം മതി. e raised to ix 1 by 2di of into 1 plus d by 2i of x square. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. പഴയ കാര്യം നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരില്ല. ഓഫ് ഇ റേസ് ടു ഐ എക്സ് 1 by 2di is already there. 1 plus d by 2i or raised to -1 x square, which is equal to imaginary part of e raised to ix 1 by 2id. ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോണ ഫോർമുല ഏതാണ്? 1 plus x the whole raised to -1, which is equal to 1 minus x plus x square plus minus x cube plus etc. Right? എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് d by 2i. നമുക്ക് ഇതുവരെയുള്ള ടേം മതി. എക്സ് സ്ക്വയർ ആണ് കിടക്കുന്നത്, കാരണം നമുക്ക് d square വരെയുള്ള ടേം മതി. Right? So we are going to expand it. While expanding, what will you get? 1 plus 1 minus x, that is d by 2i plus d by 2i the whole cube. ഇനി whole square. ഇനി അങ്ങോട്ടുള്ള ടേംസ് വരുമോ? ഇല്ലല്ലോ. ഇനി അടുത്ത ക്യൂബ് ആണ് വരുന്നത്. സോ അത് ആവശ്യമില്ല. Of what is it? X square. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. Which is equal to imaginary part of e raised to ix 1 by 2id. നമ്മൾ ഓരോ ഓപ്പറേഷൻ 1 at a time ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, removing the bracket, what will you get? X square minus 1 by 2i into d of x square plus 1 by ഇതെന്താണ്? d square d by 2i the whole square ആണ്. That is d square by 4 into i square. I square എന്താണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു? -1 ആണ്. Therefore അതെന്തായാലും ഒരു d square by ഏതാണ് വരുന്നത്? -4 ആണ് വരുന്നത്. റൈറ്റ്? അതാണ് 1 by -4 d square of x square. ഇതാ പറഞ്ഞ എല്ലാം ശ്രദ്ധിച്ച് ചെയ്തോളുക. That is imaginary part of e raised to ix 1 by 2i into d, okay, x square minus 1 by 2i into d of x square എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് x square എന്ന് പറഞ്ഞാൽ 2x minus 1 by 4 into d square x square എന്ന് പറഞ്ഞാൽ എന്താണ്? x square രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x കിട്ടും. രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും into 2. Right? Which is equal to imaginary part of e raised to ix 1 by 2id x square
2 will cancel each other. Minus 1 by I into x minus 1 by 2. 2 will cancel each other. Right? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്തൊരു ഓപ്പറേറ്റർ കൂടെ കിടപ്പുണ്ട് അവിടെ. 1/d എന്നുള്ള ഒരു ഓപ്പറേറ്റർ കിടപ്പുണ്ട്. അപ്പൊ 1/2 ആയി അവിടെ നമ്മൾ നിലനിർത്താം. അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 1/d ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1/i ഇൻറ്റു 1/d ഓഫ് എക്സ് മൈനസ് 1/d ഓഫ് 1/2. നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു d എന്ന് പറയുന്നത് എന്താണ്? what is d? d is d by dx. 1/d എന്ന് പറഞ്ഞാൽ d യുടെ എന്താണ്? ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇന്റഗ്രേഷൻ. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. which is equal to, അപ്പൊ നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. ഇമാജിനറി പാർട്ട് ഓഫ് e raised to ix into 1/2i. ഇതെല്ലാം ഓൾറെഡി ഉള്ളതാണ്. what is the integral of x square? that is x cube by 3 minus 1 by I. Okay, what is integral of x? Integral of x is x square by 2 minus integral of a constant എന്താണ്? x ആണ്. that is 1/2 into x. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പ്രോബ്ലം തന്നെയാണ്. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 3 ആണ്. that is 1/d എന്ന് പറയുന്ന സാധനം. ഓക്കെ, which is equal to imaginary part of e raised to ix. നമുക്ക് അപ്പൊ നോക്കിക്കോളാം, നമ്മുടെ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞു. ഇനി എന്ന് പറയുന്നത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആൻസർ ഏത് പാർട്ട് മാത്രം നമുക്ക് മതി? ഇമാജിനറി പാർട്ട് മാത്രം മതി. അപ്പൊ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ ഏത് പാർട്ട് മാത്രം നമ്മൾ എഴുതിയാൽ മതി? ഇമാജിനറി പാർട്ട് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. Okay, we can take inside 1/2 I അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ you will get x cube by 6i, right, minus x square by 4. നോക്കിക്കോളാം, i into I വരുന്നുണ്ട്, that is minus 1 വരും, that is x square by 4 minus 1 by 4ix, right, which is equal to imaginary part of e raised to ix into, ഞാൻ നേരത്തെ പറഞ്ഞു, you have got 1 divided by I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minus I equal ആണ്. ഓക്കെ, ഓർത്തു വെക്കാൻ പറഞ്ഞു, ഓർത്തു വെക്കാൻ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം. you will get minus I x cube by 6 plus x square by 4. I മുകളിൽ പോകുമ്പോൾ പ്ലസ് ആയി, മൈനസ് മൈനസ് പ്ലസ് ആയി, എക്സ് ബൈ 4. റൈറ്റ്? ഇപ്പോഴും നമ്മുടെ ആൻസർ ആയിട്ടില്ല. ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ഐഎക്സിനെ നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് ഇൻറ്റു മൈനസ് ഐ എക്സ് ക്യൂബ് ബൈ 6 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് ഐ എക്സ് ബൈ 4. which is equal to, ഞാൻ ഇവിടെ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് നിർത്താൻ പോവാണ്. നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഹോൾ ബ്രാക്കറ്റ് ഡിവൈഡ് ചെയ്തിട്ട് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഏത് മാത്രം എഴുതുക? ഇമാജിനറി പാർട്ട് എഴുതുക. ഞാൻ ഇവിടുത്തെ കൺസെപ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഐ വരുന്ന ടേംസിലെല്ലാം ഇമാജിനറി പാർട്ടാണ്. ആ ടേം മാത്രമേ ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ. നോക്കിയേ, കോസ് എക്സ് ഇൻറ്റു ദ കോസ് എക്സും ഈ ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ വരും. അപ്പൊ അതൊരു ഇമാജിനറി പാർട്ട് ആണല്ലോ, അത് ഞാൻ എഴുതാൻ പോവാണ്. മൈനസ് എക്സ് ക്യൂബ് ബൈ 6 ഇൻറ്റു കോസ് എക്സ്. അതുപോലെ കോസ് എക്സും ലാസ്റ്റ് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ഒരു ഇമാജിനറി പാർട്ട് വരും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് കോസ് എക്സ് ബൈ 4. റൈറ്റ്? ഇനി അടുത്തത് ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഐ വരുന്ന ടേമും സൈനും ഈ സെക്കൻഡ് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എന്ത് വരും? ഐ ഇൻറ്റു എന്ന് വരും. പ്ലസ് വാട്ട് ഈസ് ഇറ്റ്? എക്സ് സ്ക്വയർ ബൈ 4 സൈൻ എക്സ്. ഇനി ഞാൻ ഇവിടെ റിയൽ ഇമാജിനറി പാർട്ട് ഓഫ് ഞാൻ എഴുതുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ബ്രാക്കറ്റ് ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ എഴുതി. നിങ്ങൾ എന്ത് ചെയ്യുക? ഹോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം റിയൽ പാർട്ട് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുക. ഐ ഇൻറ്റു വരുന്നതെല്ലാം ഇമാജിനറി പാർട്ട്. എന്നിട്ട് അവസാനം ഏത് മാത്രം എടുത്തെഴുതുക? ഇമാജിനറി പാർട്ട് മാത്രം എടുത്തെഴുതുക. ഓക്കെ,
I hope you understand. Therefore, നമുക്ക് ആൻസർ ആയി സൊല്യൂഷൻ is given by y is equal to c1 cos x plus c2 sin x minus x cube by 6 cos x plus x by 4 cos x plus x square by 4 sin x. ഓക്കെ, ഇതിലാകെക്കൂടെ ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ ആണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നടക്കത്തില്ല. ആ കൂടെ നമ്മൾ ഇവിടെ പഠിച്ച ഡിഫറെന്റ് മെത്തേഡ്. സൈൻ എക്സിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു സൈൻ എ എക്സ് എടുക്കാം, അപ്പൊ ഡൗട്ട് വരില്ല, ഐ എ എക്സ്. അല്ലെങ്കിൽ കോസ് എക്സിന് എന്തായിരിക്കും? റിയൽ പാർട്ട് ഓഫ് ഏത് വരും? ഇ റേസ് ടു ഐ എ എക്സ്. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്താ അപ്ലൈ ചെയ്യും? ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യും. ഷിഫ്റ്റിംഗ് തിയറം ഡിക്ക് പകരം എന്ത് തന്നെയാണ് കൊടുക്കുന്നത്? ഡി പ്ലസ് എ. നമ്മൾ കമ്പയർ ചെയ്ത് എ എന്താണെന്ന് മനസ്സിലാക്കി ഡി പ്ലസ് എ കൊടുക്കുക. ദെൻ അതിനുശേഷം എന്താ നമ്മൾ ചെയ്യേണ്ടത്? സാധാരണ റൂൾ അനുസരിച്ച്, ഓൾജിബ്രൈക് ഫംഗ്ഷന്റെ റൂൾ അനുസരിച്ച് എന്താണ് 1+x ഫോമാറ്റിലോ 1-x ഫോമാറ്റിലോ എഴുതി ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ട് ഫൈനൽ ആൻസറിൽ സൈൻ ആണെങ്കിൽ അതിന്റെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് സൈൻ ആണെങ്കിൽ ഇമാജിനറി പാർട്ട് മാത്രം എടുത്തെഴുതുക, കോസ് ആണെങ്കിൽ റിയൽ പാർട്ട് മാത്രം എടുത്തെഴുതുക. ഇതിന്റെ അകത്ത് ആകെക്കൂടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ ശ്രദ്ധിച്ച് ചെയ്യുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.